അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കുറേ ആളുകൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരിൽ തന്നെ ഹജ്ജിന് പോകാനുള്ള കാശ് കയ്യിലുണ്ട്. കാശ് കയ്യിലുണ്ടായിക്കൊണ്ടിരിക്കെ അവർ ഇപ്പോൾ ഹജ്ജിന് പോകാതെ കുറച്ച് പ്രായമാകട്ടെ എന്ന് കരുതി നീട്ടിവെക്കുകയും പ്രായമാകുന്ന ആ സമയത്ത് അവൻ്റെ കയ്യിൽ കാശില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അവനക്ക് ആ സമയത്ത് ഹജ്ജിന് പോകാൻ പറ്റുന്നുമില്ല. പൈസ ഉള്ള സമയത്ത് അവൻ ചെറുപ്പം എന്നുള്ള നിലക്ക് അവൻ പോകാതിരുന്നു. ഇവനക്ക് വല്ല ശിക്ഷയും ഉണ്ടാവുമോ, അതോ കാശില്ലാത്തതിൻ്റെ പേരിൽ ഹജ്ജ് അവനിൽ നിന്ന് ഒഴിവായി പോകുമോ? ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഹജ്ജിന് എല്ലാ നിലക്കും സാധിച്ചു. അപ്പം പോയില്ല, പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് ചെയ്യാനൊക്കെ പറ്റിയതുമില്ല. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാകുമോ? ഹജ്ജ് നിർബന്ധമാണ്. ഇത് ഒരുപാട് ആളുകൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് ലാഘവത്തോടെ കാണുന്നു, ഇതിൻ്റെ ഗൗരവത മനസ്സിലാക്കിയെടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥികത. അതിൽ പ്രവാസികളോ എന്നൊന്നുമില്ല, നാട്ടിലുള്ളവരൊക്കെ പലരും ഇതിൽ പെടും. നമ്മളതിനെ എടുത്തു നോക്കിയാൽ അറിയും. നല്ല കാലത്ത് നല്ല കാശും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, അന്ന് എല്ലാ നിലക്കും പോകാൻ പറ്റിന്. ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. ഹജ്ജിന് കുറച്ച് നിർബന്ധമുണ്ട്. ആ ഹജ്ജിൻ്റെ നിർബന്ധത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ മേളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പോയി ചെയ്തോളുക. നീട്ടിവെച്ചാൽ പിന്നെന്താണത് ചെയ്ത് വീട്ടേണ്ടി വരും. ഇപ്പം എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്തുണ്ടായിരുന്നു ഹജ്ജ് നിർബന്ധമാകണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മേളിച്ച ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകും. പിന്നീട് കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത് വ്യക്തമായിക്കൊണ്ട് ഉലമാ പറഞ്ഞു തന്നെയാണ്. എത്രത്തോളം യാചനയുടെ വേഷം കെട്ടട്ടെ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദല്ലെങ്കിലും അങ്ങനെ വരെ പറഞ്ഞവരുണ്ട്. ഏതായാലും മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം വ്യക്തമായിക്കൊണ്ട് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 7-ാം വാള്യം തൗബയുടെ അധ്യായത്തിൽ നോക്കണം. ഹജ്ജിൻ്റെ അധ്യായത്തിലല്ല, തൗബയുടെ അധ്യായത്തിൽ 7-ാം വാള്യത്തിൻ്റെ 121-ാമത്തെ പേജിൽ ഹജ്ജിനെ സംബന്ധിച്ചായിട്ട് പറയുന്നിടത്ത് ഫഇൻ കാന ഖദ് ഇസ്തതാഅ. ഇപ്പോൾ തൗബ ചെയ്യണം. ഏനൊക്കെ തൗബ, എങ്ങനെയൊക്കെ തൗബ എന്ന് പറഞ്ഞാൽ സക്കാത്തിൽ തൗബ, നോമ്പിൽ തൗബ, ഇങ്ങനെയൊക്കെ തൗബയുടെ കാര്യങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞു ഹജ്ജിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഫഇൻ കാന ഖദ് ഇസ്തതാഅ ഫീ ബഅദി സിനീൻ. ഒരു കാലഘട്ടത്തിൽ അയാൾക്ക് ഹജ്ജിന് സാധിച്ചു, എല്ലാ നിലക്കും സാധിച്ചു. വലം യതഫിഖ് ലഹുൽ ഖുറൂജു വഹുവൽ ആൻ ഖദ് അഫ്ലസ. അപ്പോൾ പോയില്ല. പിന്നീട് അയാൾ എന്ത് ചെയ്തു? പ്രാപ്തനായി എന്ന് പറഞ്ഞാൽ അതിന് സാധിക്കാത്ത ഒരാളായി. അത് ഐശ്വര്യം പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു, ഫക്കീറായി എന്നർത്ഥം. ഫഅലൈഹിൽ ഖുറൂജു, എന്നാലും അവൻ ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജിന് പോലെ നിർബന്ധമാകും. അങ്ങനെ കയ്യൂലേ? ഫഇല്ലം യഖ്ദിർ മഅൽ ഇഫ്ലാസ്. അപ്പം കാശും സമ്പത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പോവുക? അപ്പൊ അതാവുമ്പോൾ അവന് സാധിക്കുന്നില്ലേ? എന്നാൽ ഫഅലൈഹി അൻ യക്തസിബ മിനൽ ഹലാലി ഖദ്റ സാദ്. അധ്വാനിക്കണം, ജോലി എടുക്കണം. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി. ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് എന്താകണം? അതിനു വേണ്ടി ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഹജ്ജിന് പോവണം. ഇതൊക്കെ പിന്നീട് സാധ്യമാകുമോ? നമ്മളതിനെ ചിന്തിക്കണം. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ട് ഇപ്പം അതിനുള്ളതൊന്നുമില്ല, കുറേ കടം കയറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കയറി വന്നു. അപ്പോൾ കടമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഹജ്ജും കടായി മാറുകയാണ്, എല്ലാം കടായിട്ട് മാറുകയാണ്. അപ്പോൾ സാധിക്കുമോ? അപ്പോൾ അതാണ് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കണം എന്നുള്ളതൊക്കെ പറയാൻ കാരണം. ഏതായാലും ഇതൊക്കെ കടായി മാറും. ഫഇല്ലം യകുൻ ലഹു കസ്ബുൻ വലാ മാലുൻ. മുതലും അതുപോലെ തന്നെ സമ്പത്തും അതുപോലെ ജോലിയും കൂലിയും വേലയൊന്നും ഇല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫഅലൈഹി അൻ യസ്അലൻ നാസ. ജനങ്ങളോട് യാചനയുടെ വേഷം കെട്ടട്ടെ എന്ന് ഗസാലി ഇമാം അത്രത്തോളം പറഞ്ഞു. ഇനി ഫഇന്നഹു ഇൻ മാത ഖബലൽ ഹജ്ജ് മാത ആസിയ. അങ്ങനെ അങ്ങോട്ട് മരിച്ചുപോയി ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ദോഷക്കാരനാണ്, കുറ്റക്കാരനാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പം അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കൊണ്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവരൊക്കെ ചെയ്തു തരുമോ എന്നുള്ളതൊന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. മക്കളാന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ചെയ്തിരുന്നവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. ഏതായാലും ഇതൊക്കെ ആരോഗ്യ പ്രതാപ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ തന്നെ ചെയ്യണം. ഏതായാലും മഹാനായ ഗസാലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുമ്പോൾ
ഇത് എൻ്റെ യാചനയുടെ വേഷം കെട്ടൽ നിർബന്ധം എന്ന് പറഞ്ഞുകൂടാ, അതൊഴിച്ച് ബാക്കിയൊക്കെ നിർബന്ധം എന്ന് തന്നെയാണ് എന്ന് ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹഫയിൽ പറയുന്നുണ്ട്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദും. തുഹഫയാണല്ലോ പ്രബലം, അത് ആണല്ലോ അവലംബവും. തുഹഫയുടെ 4-ാം വാല്യം ഇതിൻ്റെ 40-ാമത്തെ പേജിലാണ്. തംബീഹുൻ, ഒന്ന് ഉണർത്തട്ടെ, ഹജ്ജിന്റെ ബാബാണ് നോക്കേണ്ടത് ഇവിടെ. ഉണ്ടോ, ഒരാൾ ഹജ്ജിന് എല്ലാ നിലക്കും സാധിച്ചു, പിന്നെ ഫക്കീറായി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ലസിമഹുൽ കസ്ബുലിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടിയിട്ട് എൻ്റെ ജോലി എടുക്കണം, അത് നിർബന്ധമാണ്, ഹജ്ജിന് പോകണം. കയ്യൂലെ എന്ന എത്രത്തോളം പറഞ്ഞു, വൽ മശീൻ ഖദറ അലൈഹി വലു ഫൗക മർഹലതൈനി, ഇനി നടന്നു പോകാൻ പറ്റുമെങ്കിലും 2 മർഹലിന്റെ മേലെ അത്ര ദൂരം ഉണ്ടെങ്കിലും നടന്നു പോകാൻ പറ്റുമെങ്കിലെങ്കിലും പോയിട്ട് ചെയ്യട്ടെ, അത്രത്തോളം പറഞ്ഞു. എന്നിട്ട് ഗസാലി ഇമാം ഇഹ്യാ ഉലുമുദ്ദീൻ പറഞ്ഞ പരാമർശം എടുത്തിട്ടു. വഖദ സുആലു അലാ മാ ഫിൽ ഇഹ്യാ വസ്തുബഇദ, ഇതൊന്നും കഴിയൂലെങ്കിൽ അവൻ യാചനയുടെ വേഷം കെട്ടട്ടെ എന്ന് ഗസാലി ഇമാം ഇഹ്യാ ഉലുമുദ്ദീൻ വരെ പറഞ്ഞു. അതുവരെ പറഞ്ഞു എന്നാകുമ്പം യാചനയുടെ വേഷം കെട്ടണമെന്ന് നിർബന്ധമെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഏതായാലും ഹജ്ജ് നിർബന്ധമാണ്, അവൻ പോകണം, അത് യാതൊരു സംശയവുമില്ല. ആദ്യം പ്രതാപം ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പ്രതാപം ഉണ്ടായതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അത് ഇല്ലാണ്ടാവൂല എന്നർത്ഥം. ഇവിടെ എൻ്റെ യാചനയുടെ വേഷം കെട്ടുന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും അതുപോലെ റംലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായ വ്യത്യാസം പറയുന്ന മൻഹലുൻ അല്ലാഹ് എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിലൊക്കെ പറയുന്നത് ഖതീബ് ഷർബീനി തങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഇഹ്യാ ഉലുമുദ്ദീനിൽ പറഞ്ഞ ആശയം ഗസാലി ഇമാം പറഞ്ഞ ആ ഒരു വിഷയത്തോട് യോജിപ്പുണ്ട്, അത്രത്തോളം ഖതീബ് ഷർബീനി ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ 150-ാമത്തെ പേജിൽ 590-ാമത്തെ പേജിലുണ്ടോ, മനിസ്തതഅ സുമ്മ ഇഫ്തഖറ ലസിമഹുൽ കസ്ബു ലിൽ ഹജ്ജി വഖദ സുആലു ഇൻദ ഖത്ത്. ഖതീബ് ഷർബീനി തങ്ങളൊക്കെ പറഞ്ഞ് ജോലി ചെയ്തു പോകണം, കഴിയൂലെങ്കിൽ യാചനയുടെ വേഷം കെട്ടണം, അത്രത്തോളം ഖതീബ് ഷർബീനിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും റംലി ഇമാമൊക്കെ മുഅ്തമദാക്കിയത് അന്നഹു ലാ യജിബു സുആലു സ്വദഖതി വനഹ്വിഹാ ലിദാലിക, ഒന്നുമില്ല, ഒന്നിനും കഴിയൂലെങ്കിൽ യാചനയുടെ വേഷം കെട്ടണ്ട. അത് തന്നെയാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദും. അപ്പൊ യാചനയുടെ വേഷം കെട്ടിയിട്ടില്ലെങ്കിലും പോകൽ നിർബന്ധം തന്നെ വരുന്നൊക്കെ, വീട്ടിൽ കൊടുക്കണമെന്ന് തന്നെയാണ് വരുന്നൊക്കെ. അപ്പൊ പിന്നെ അവിടെ എൻ്റെ ഇപ്പോ ആദ്യം സാധിച്ചു, പിന്നീട് സാധിച്ചില്ല, ഇനി എൻ്റെ ഈ പറയുന്ന രൂപത്തിൽ ഇത് ഉടനെ തന്നെ ചെയ്യണോ എന്നുള്ളത് ഇതിൽ പറയേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞൂടാ. പിന്നെയും ഓന് വേണ്ടും ചിലപ്പം ഐശ്വര്യം പ്രതാപമൊക്കെ വന്നൂടെ എന്നുള്ളതും കൂട്ടിക്കൊടുത്താൽ ഇത് പരിപൂർണ്ണമാകുള്ളൂ. അപ്പൊ ഉടനെ തന്നെ ചെയ്യുക എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അത് പിന്നീട് ചെയ്യണമെന്ന് തന്നെയാണ്. ആ പിന്നീട് അല്പം ഐശ്വര്യം വന്നാലോ, അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെയും ആവാം എന്നുള്ളത് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖാസിം അൽ-അബ്ബാദി റഹിമഹുല്ല ആശയത്തുൽ അബ്ബാദിയിലൂടെ പറയുന്നത്. അതും കൂടി ആവുമ്പോഴാണ് ഇതിന്റെ പരിപൂർണതയാവുള്ളൂ. ആശയത്തുൽ അബ്ബാദിയുടെ 4-ാം വാല്യം ഇതിന്റെ 554-ാമത്തെ പേജിലുണ്ടോ. ഇപ്പൊ ഇവിടെ സാധിക്കുമെങ്കിൽ നടന്നിട്ടൊക്കെ പോകട്ടെ എന്നൊക്കെ പറയുമ്പോ കഅന്ന വുജൂബഹു ഇദാ ഖാഫ നഹ്വൽ അൽബി ഉണ്ടോ. ഇപ്പോൾ വാതരോഗം പോലത്തെ ശരീരം അനക്കാൻ വയ്യാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പേടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. വയില്ല അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫൽ ഹജ്ജു അല തറാഖി വഖദ് യസ്തതിഉ അയ്ളൻ ഫിൽ മുസ്തഖ്ബിലി ഇല്ലാ അൻ യജ്അല അൽ ഇഫ്തിഖാരി ബഅദ അൽ ഇസ്തിതാഅതി കൽ അദ്ബി ബഅദ അൽ വുജൂബി വതമക്കുനിൽ ആതി. ഇപ്പൊ ആദ്യം അവനക്ക് ഇതേമാർക്ക് എൻ്റെ പ്രതാപ ഐശ്വര്യമൊക്കെ ഉണ്ടായി, പിന്നീട് ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ ഇല്ലാണ്ടായി വിചാരിച്ചു ഉടനെ തന്നെ പോയി ചെയ്യുക എന്നുള്ളത് പറയുന്നില്ല. നേരിച്ച് വീണ്ടും ഐശ്വര്യവാനായിക്കൂടെ, വീണ്ടും പ്രതാപ ഐശ്വര്യം വന്നൂടെ, അതുണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് ഉടനെ എന്നുള്ളത് പറയുന്നില്ല. നേരെ മറിച്ച് ഏതായാലും ഒരു കാര്യത്തിൽ നിന്ന് ഉറപ്പാണ്, നിർബന്ധമാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ അവനക്ക് ഹജ്ജിന് എല്ലാ നിലക്കും സാധിച്ചു, പിന്നീട് സാധിച്ചില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കുറ്റക്കാരനായാൽ അവന്റെ മേലിൽ ഹജ്ജ് നിർബന്ധമുണ്ടോ വെച്ചാൽ ഹജ്ജ് നിർബന്ധം ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ മതവിധിയായിട്ട് വരിക. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവനൊക്കെ ഹജ്ജ് നിർബന്ധമുള്ളവനായിരുന്നു. ഇപ്പൊ വയ്യാലും മുതലാലും അതുപോലെ തന്നെ സമ്പത്ത് എല്ലാ നിലക്കും ഹജ്ജിന് ഒന്നിനും സാധിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമല്ല. അയാൾ അങ്ങനെ മരിച്ചു പോയാൽ കുറ്റക്കാരനുമല്ല, അയാൾക്ക് നിർബന്ധമായിട്ടില്ലല്ലോ. നേരെ മറിച്ച് ഇതങ്ങനെയല്ല, എല്ലാ നിലക്കും ഹജ്ജിന് നിർബന്ധമുള്ള ഒരാളായിരുന്നു ആ കാലഘട്ടത്തിൽ, അത് അയാൾക്കും അറിയാം. നേരെ മറിച്ച് പിന്നീടാവട്ടെ നീട്ടിക്കൊണ്ടുപോയി, പിന്നീട് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി, അതൊക്കെ തിരിച്ചു വന്നുമില്ല, ഇപ്പൊ എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്താൻ പറ്റൂല. ഹജ്ജ് അവനക്ക് നിർബന്ധമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഗൗരവം തന്നെയാണ് കാര്യം.
അതുകൊണ്ട് നമ്മൾക്ക് പ്രതാപ ഐശ്വര്യം വരുന്ന കാലത്ത് അല്ലെങ്കിലും ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റാഹത്തും അതിൻ്റെ ഭംഗിയും സന്തോഷമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമായവർക്ക് ചെയ്യാനുള്ള തൗഫീക്കും അല്ലാത്തവർക്കും തൗഫീക്കും പോയവർക്ക് വീണ്ടും പോകാൻ തൗഫീക്കും ഒക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.